ഹലോ ഗായ്സ്, ഇത്തവണ ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ജയിലറാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പടം. ഈ പടം റിലീസ് ചെയ്തത് നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ജയിലറിൻ്റെ കൂടെയാണ്. അങ്ങനെ ആ സൂപ്പർ സ്റ്റാറിൻ്റെ ജയിലർ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യുന്നതിന് വരും കുറേ അധികം ആൾക്കാർ നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ജയിലർക്ക് പടം ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഈ പടം ഇങ്ങനൊരു പടം റിലീസായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ തിയേറ്ററിൽ വന്നൊരു അപ്പോൾ ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 8 വർഷം കഴിഞ്ഞാണ്. നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർ ഒരു ജയിലറായി ജോലി ചെയ്യുന്നു. ഈ ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ആരെന്ത് ചെയ്താലും അപ്പം തന്നെ മാപ്പ് കൊടുക്കുന്ന ഒരു നല്ലവനായ ഉണ്ണിയാണ്. പെൺകുട്ടി 5 പേർ ചേർത്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മാപ്പ് കൊടുത്ത് ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇൻ്റർവ്യൂ സ്റ്റാർ അങ്ങ് പറഞ്ഞു വിടും. ഇൻ്റർവ്യൂ സ്റ്റാറിനെ കൊല്ലാൻ വരുന്നവർക്ക് മാപ്പ് കൊടുക്കുന്നു. അത്രയും നല്ലവനായ ഒരു ഉണ്ണിയാണ് നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർ. ജയിലറായിട്ട് നിൽക്കുന്ന ജയിലിൽ നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർ പുതിയൊരു പരീക്ഷണമായി വന്നിരിക്കുകയാണ്. ആ ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളിയായ 5 പേരെ തിരഞ്ഞെടുത്ത് നന്നാക്കാൻ. ആ 5 കുറ്റവാളികളെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും. അകത്തായി ഒരു 5 കൊടും കുറ്റവാളികളെ തിരഞ്ഞെടുക്കും. നമ്പർ 36 മാധവൻ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി തലക്കടിച്ചു കൊന്നു. 123 ദാമു 2 കുട്ടികളെ ഉത്സവപ്പറമ്പിൽ വെച്ച് കൊന്നു. നമ്പർ 212 കമ്മാരൻ കൊടുക്കാനുള്ള പണം തിരികെ ആവശ്യപ്പെട്ടതിന് പലിശക്കാരനെ കഴുത്തറുത്തു കൊന്നു. നമ്പർ 326 ശങ്കരൻ തന്റെ നാട്ടിലെ ഗ്രാമത്തലവനെ വെടിവെച്ചു കൊന്നു. അങ്ങനെ ഇവരെയും കൂട്ടി ഇൻ്റർവ്യൂ സ്റ്റാർ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ആ നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇൻ്റർവ്യൂ സ്റ്റാർ ഒരു വലിയ പണക്കാരനാണെന്ന് നമ്മൾ അറിയുന്നത്. ഈ ഇൻ്റർവ്യൂ സ്റ്റാർ സ്വന്തം പറമ്പിൽ ഈ 5 പേരെ കൊണ്ട് കൃഷി ഇറക്കിപ്പിക്കും. ഇവർ കൊലയാളികളല്ല, കർഷകരാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ശരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൂലി കൊടുക്കാതെ കുറച്ച് ജോലിക്കാരെ സംഘടിപ്പിക്കുക. അതായിരുന്നു ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ഉദ്ദേശം. കള്ളൻ. ഈ ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ബുദ്ധി ഒരു വിമാനം തന്നെയാണ്. അങ്ങനെ അവിടെ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഥ അങ്ങ് മുന്നോട്ട് നീങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ആരാരും ഇല്ലാത്ത ഒരു കാട്ടിൽ പാട്ടും പാടി പാവകൾ വിൽക്കാൻ വരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി. എന്നാൽ ഈ കാട്ടിലൊക്കെ ആരുടെ ഇവൾക്ക് ഇത് വിൽക്കാൻ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞാൽ പെൺകുട്ടി ഇവരുടെ കൂടെ കൂടി ആടിപ്പാടുന്നു, ഡാൻസ് കളിക്കുന്നു. പിന്നീടാണ് ഞാൻ പറഞ്ഞ നല്ലവനായ ഉണ്ണിയുടെ കഥ. കൂടെ മദർ തെരേസയും. കൊല്ലാൻ വരുന്നവർക്ക് മാപ്പ്, പീഡിപ്പിക്കാൻ വരുന്നവർക്ക് മാപ്പ്. അങ്ങനെ കഥ മുമ്പോട്ട് പോകുന്നു. പിന്നീട് കൃഷി ചെയ്ത് വിളഞ്ഞ പച്ചക്കറികളെടുത്ത് ചന്തയിൽ വിൽക്കാൻ പോകുമ്പോൾ അവിടെയുള്ളൊരു വലിയ പ്രമാണി അതൊന്നും അവിടെ വിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഓടിക്കും. രാത്രിയാകുമ്പോൾ പ്രമാണി നമ്മുടെ ഒടിയനെയും കൊണ്ട് വന്ന് ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ വീട്ടിൽ കയറി ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ കുണ്ടിക്ക് കൊത്തിക്കൊല്ലും. അതേസമയം ഇൻ്റർവ്യൂ സ്റ്റാറിനെ പഞ്ഞിക്കിടുന്ന സമയം നമ്മുടെ 5 കൊടും കുറ്റവാളികൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ